ബോഡി ഷേപ്പ് വസ്ത്രം ധരിച്ചിട്ട് നിങ്ങൾ പുറത്തിറങ്ങി ഏതെങ്കിലും ഒരുത്തൻ അത് കണ്ടിട്ട് ആസ്വദിച്ച് അവന്റെ മനസ്സിലൊരു ഹറാമായ ചിന്ത വന്നാൽ ആ ചിന്തിച്ചവൻ വ്യഭിചാരിയാണെന്ന് വേറെ കാര്യം. ആ ചിന്തിച്ചവന് കുറ്റം വേറുണ്ട്. ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കി ആസ്വദിച്ചതിന്റെ കുറ്റം അവൻ വ്യഭിചാരിയാണ്. അവനെ വ്യഭിചാരിയാക്കാൻ കാരണക്കാരിയായി വേഷം ധരിച്ച പെണ്ണെ, നീയും വ്യഭിചാരിയാണ്. വ്യഭിചരിക്കാതെ അവള് വ്യഭിചാരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ പെണ്ണാരെന്നറിയുമോ? യാ അല്ലാഹ്, സുഗന്ധം ഉപയോഗിക്കുകയും അവളിൽ നിന്ന് ആ സുഗന്ധം മറ്റുള്ളവർ ആസ്വദിക്കുകയും ചെയ്താൽ, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങി അവളിൽ നിന്ന് മറ്റുള്ള ആളുകൾ ആ സുഗന്ധം ആസ്വദിച്ചാൽ, അല്ലാഹുവേ, ആ പെണ്ണ് വ്യഭിചരിക്കാതെ വ്യഭിചാരിയാണ്. മുഹമ്മദ് മുസ്തഫ കല്യാണത്തിന് പോകുമ്പോ, ഷോപ്പിങ്ങിന് പോകുമ്പോ, ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോ നല്ല വിലപിടിപ്പുള്ള സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പുറത്തുപോയി കല്യാണത്തിന് പോവാ. നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ആണുങ്ങൾ ഇരിക്കുന്നതിന്റെ ഒരു മുന്നിൽ കൂടെ അവൾ അങ്ങോട്ട് പോയി, നല്ല വാസന, അങ്ങോട്ട് മൂക്കൊക്കെ വലിച്ചു പന്തലിരിക്കുന്ന ആണുങ്ങളൊക്കെ മണട്ടോ. എന്നാൽ ഈ മണത്തവൻ ഹറാമാ ചെയ്തത്. അവൻ വ്യഭിചാരിയാണ്. എന്നാൽ വ്യഭിചരിക്കാതെ വ്യഭിചാരിയായി പോയി. പെങ്ങളെ, നിനക്ക് അത്തർ തേക്കണോ? നിനക്ക് സ്പ്രേ ഉപയോഗിക്കണോ? 3 സമയങ്ങളിൽ നീ അത് ഉപയോഗിച്ചോളൂ. ഒന്ന്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത്തർ ഉപയോഗിച്ചിട്ട്, സുഗന്ധം ഉപയോഗിച്ചിട്ട് നിസ്കരിച്ചോ, അല്ലാഹു 70 ഇരട്ടി കൂലി തരുന്നതാ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്പം സുഗന്ധം ഉപയോഗിച്ചോ. 2, ഖുർആൻ ഓതാൻ നിൽക്കുമ്പോ ദിക്ർ സ്വലാത്തൊക്കെ നീ വീട്ടിലിരുന്ന് ചൊല്ലുമ്പോൾ സുഗന്ധം ഉപയോഗിച്ചോ. പെങ്ങളെ, കുഴപ്പമില്ല. മൂന്നാമത്തത്, നിന്റെ ഭർത്താവിനെ സമീപിക്കുമ്പോൾ, പ്രിയപ്പെട്ടവന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ സുഗന്ധം ഉപയോഗിച്ചോ. അൽഹംദുലില്ലാഹ്, പുണ്യമാണ്, നല്ലതാണ്. അന്യപുരുഷന്മാർ നിന്നിൽ നിന്ന് സുഗന്ധമാസ്വദിക്കുമെങ്കിൽ ഹറാമാണ് പെങ്ങളെ, പാടില്ല പൊന്നുമോളെ. വിശദീകരിക്കുന്നില്ല. അല്ലാഹു ബോധം തരട്ടെ.